അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കാണ്? സുഖമായിട്ടിരിക്കല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകുന്ന ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ പീലിക്കുട്ടിയുടെ ഫസ്റ്റ് മൂവിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന മൂവി എന്ന് പറയുമ്പോൾ നേരാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, റിവ്യൂസും കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാൻ പോകണം എന്നുള്ളത്. അപ്പോൾ പീലിക്കുട്ടി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എന്താവും അവസ്ഥ, ഫുള്ള് കാണാൻ പറ്റുമോ ഒന്നും അറിയില്ല. അപ്പോൾ ഇത് എൻ്റെ കോമ്പാക്റ്റിൻ്റെ കോലൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ല ഒരു ഫിനിഷിങ് തരാറുണ്ട് കേട്ടോ ഈ ഒരു കോമ്പാക്റ്റ്. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ കോമ്പാക്റ്റ് ഇട്ടു, ലിപ് ബാം ഇട്ടു, ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോകുന്നത്. ഇത്രയുള്ളൊരു കുട്ടി മേക്കപ്പാണ്. പിന്നെ ഒരു പൊട്ട് തൊടാന്ന് വിചാരിച്ചിട്ട് ഐലൈനറൊക്കെ എടുത്തിട്ട് ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണത് നൈറ്റ് 9 മണിയുടെ ഷോയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മുടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഞാൻ എണ്ണയൊക്കെ തേച്ച് കുളിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയൊക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. ഷാമ്പൂ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം എവിടേക്കും ബോളൊന്നും ഇല്ലല്ലോ. അപ്പോൾ മുടി കുറച്ച് വൃത്തിയായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ, വൃത്തിയെല്ലാം ഒരു മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ ഞാൻ ഷാമ്പൂ ഒന്നും ഇട്ടില്ല. അപ്പോൾ മുടി കുറച്ച് ഓളി ഉണ്ടാവാൻ വേണ്ടിയിട്ടേ ഞാൻ എല്ലാം കൂടെ മുന്നിക്കരയിടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ചീകല്ല, കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റാക്കും, എന്നിട്ട് ബാക്കിലേക്ക് ഇടും. അപ്പോൾ കുറച്ച് വോളിയുള്ള പോലെ തോന്നും കേട്ടോ. ഇപ്പോൾ മുടിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൊഴിച്ചിലാണ് കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല കൊഴിച്ചിലാണ്. ഡോക്ടറെ കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് വൈറ്റമിൻസിൻ്റെ കുറവായിരിക്കും എന്നാണ്. കാരണം ഇപ്പോൾ പീലൊക്കെ പാൽ കുടിക്കുന്ന ടൈമല്ലേ, അപ്പോൾ അതൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഡോക്ടറൊക്കെ ഒന്ന് കാണിക്കണം. പിന്നെന്താ, അപ്പം അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പീലിക്ക് ഞാൻ 2 ഡ്രസ്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏത് വേണം എന്നുള്ളത് ഇങ്ങനെ നോക്കുകയായിരുന്നു. നൈറ്റാവും കൂടെ തന്നെ കുറച്ച് ഫുൾ കവറേജ് ആയിട്ട് കിട്ടുന്നത് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ, പോപ്പീസിൻ്റെ. അപ്പോൾ എന്തായാലും ഇനി പീലിനെ റെഡിയാക്കാം. അപ്പോൾ പീലിക്ക് ഞാൻ റെഡി ആയത് കണ്ടപ്പോൾ പിന്നെ പീലി എൻ്റെ മേത്തുനിന്ന് അങ്ങോട്ട് പോകണില്ല. അവളും അങ്ങനെയാണ് കേട്ടോ. ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയാലും പിന്നെ എൻ്റെ അടുത്തുനിന്ന് പോവില്ല. അവളെങ്ങാനും കൊണ്ടുപോകാതെ പോവോ എന്നുള്ളൊരു പേടിയാണ്. കൊണ്ടുപോകാതെ ഞാൻ പോവാറുണ്ട്, അത് പീലിക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ട് എൻ്റെ മേത്തുനിന്ന് ഇറങ്ങില്ല. കാരണം ഏട്ടൻ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും, എന്നാലും അവരുടെ അടുത്തേക്ക് പോവില്ല കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ നിൽക്കും വാശി പിടിച്ചിട്ടും. അപ്പോൾ അങ്ങനെ പീലിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിത് ഇട്ട് കൊടുക്കുമ്പോൾ ആകെ കൺഫ്യൂഷനായിട്ടോ. ഇതെങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല പെട്ടെന്ന്. ആ ധൃതിയിലായിരിക്കും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാറൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ എന്താ പറ്റിയെന്ന് അറിയില്ല. ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ കൈയൊക്കെ ലൂസായ പോലെ തോന്നിയിട്ടോ. പിന്നെയാണ് ഞാൻ ആ ഷോൾഡറിലൊരു സംഭവം ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ ലൂസായിട്ട് നിൽക്കില്ല. പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് അങ്ങോട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല കേട്ടോ. ആളാകെ പൊരിച്ചിലാണ്, പുറത്തേക്ക് പോകേണ്ട ആ ഒരു വലിയൾക്ക് സംഭവം മനസ്സിലായിരുന്നു എവിടേക്ക് പോവുകയാണ് എന്നുള്ളത്. നല്ല എക്സൈറ്റ്മെൻറ്റില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഉഷാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വാശി പിടിക്കാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ അവളുടെ ബോട്ടിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ടുണ്ട്, ചുക്കുവെള്ളം. അപ്പോൾ അതാ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ആൾ. പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അത് അഴിക്കാനും ഒന്നിനും സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ പിടിച്ചൊതുക്കിയിട്ട് ഒക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാകെ ഡൗട്ടായിട്ടു, ഇതെന്തപ്പോൾ സംഭവം ഇങ്ങനെ ലൂസ് എന്നുള്ളത്. കറക്റ്റാണ്, അവളുടെ സൈസിന് കറക്റ്റാണ് കേട്ടോ. ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ, പിങ്കായിട്ട്. അപ്പോൾ ദിച്ചുവിൻ്റെ അടുത്ത് ഞാൻ എടുത്ത് വെച്ച ഡ്രസ്സല്ല കേട്ടോ ദിച്ചു ഇട്ടിട്ടുള്ളത്, വേറെ ഏതൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അവനത് മാറ്റാൻ മടി, ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അത് ഇട്ടാൽ മതി എന്നുള്ളത്, കുഴപ്പമില്ല എന്ന്. വേറൊരു ഡ്രസ്സ് ഞാൻ എടുത്ത് സെറ്റാക്കി പോകുന്നതാണ്, പക്ഷെ അവനതെല്ലാം എടുത്ത് വേറെ ഏതോ ഡ്രസ്സ് പോയി എടുത്തിട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവൻ്റെ അടുത്ത് അത് പറയുമായിരുന്നു. അപ്പം അങ്ങനെ പീലിക്കുട്ടിയുടെ ഡ്രസ്സിങ് ഇനിയും കഴിഞ്ഞിട്ടില്ല ഗേസ്. ഞാൻ അങ്ങനെ അതൊക്കെ ആ ഹോളിലൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. മറ്റേത് ആ ഹോളിൽ കൂടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഷോൾഡറൊന്നും ഇങ്ങനെ ഇറങ്ങിപ്പോകും. ഇതാണെന്നുണ്ടെങ്കിൽ അവിടെ സെറ്റായിട്ട് നിന്നോളും. അപ്പോൾ അതാ അങ്ങനെ ഞാനും പീലിക്കുട്ടിയും റെഡി ആയിട്ടുണ്ട്. ക്യാമറയുടെ പിന്നിൽ കണ്ണേട്ടനും ഡിച്ചും റെഡി ആയിട്ടുണ്ട്. 9 മണിക്കാണല്ലോ ഷോ, നമ്മൾ 8:30 ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അതാ പീലിക്കുട്ടി ഹാപ്പിയായി ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. പോകാൻ വേണ്ടിയിട്ട് പൊലി പഠിച്ച് നിൽക്കുകയാണ് ആൾ. നല്ല ഇഷ്ടമാണ് കേട്ടോ പുറത്തേക്ക് പോവുക എന്നുള്ളത്. അതിലേറെയാണ് ബൈക്കിൽ പോവുക എന്നുള്ളത്. ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്, ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ ഈ ഒരു ടൈമിൽ. അപ്പോൾ ജലദോഷമൊക്കെ ഉണ്ട് ചെറുതായിട്ട്, അപ്പോൾ അത് അധികമാവുമോ എന്നൊക്കെ ഉള്ളത്.
അപ്പോൾ അവളുടെ ജലദോഷമൊക്കെ മാറാൻ തന്നാൽ ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് നേര് എന്നുള്ള സിനിമയൊക്കെ പോയിട്ടുണ്ടാവും. എനിക്കത് കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പീലിക്കുട്ടിയുടെ മുടി 2 പുറത്തേക്ക് കെട്ടി കൊടുക്കുക എന്നുള്ളത്, 2 സൈഡിലേക്കും. അപ്പോൾ ഈ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കെട്ടി നല്ല ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ ഇതാ അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി. പീലിക്കുട്ടിയുടെ മുടിയൊക്കെ ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പീലിക്കുട്ടി അഴിക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ക്യാപ്പൊക്കെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ അവളെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ 2 സൈഡിലേക്കൊക്കെ മുടി കെട്ടുന്നത്. ഇനിയിപ്പം പീലിക്കുട്ടി വലുതായി പീലിക്കുട്ടിയുമ്പോൾ ഫുള്ള് പരീക്ഷണമാവും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പെൺകുട്ടികളങ്ങനെ ഒരുക്കി സെറ്റാക്കി നിൽക്കുന്നത്. എനിക്ക് തന്നെ ഒരുങ്ങുന്നത് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എൻ്റെ കുട്ടീനെ എനിക്ക് ഒരുക്കുന്നത് നല്ല ഇഷ്ടമാവുമല്ലോ. പിന്നെ എനിക്ക് പെൺകുട്ടിയാണ് ഉണ്ടായതെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ മേക്കപ്പ് ചെയ്യുക ഒരാളെ കൂടെ കിട്ടിയാലോ എന്നുള്ളത്. സത്യം, അത് സത്യമാണ് ഗീസ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയി ഒന്ന് സെറ്റ് ആവണമല്ലോ, പീലിക്കൊന്ന് സെറ്റ് ആവണമല്ലോ, അതിന് വേണ്ടിയാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എത്തും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ പോകാൻ എന്ത് രസിച്ചിട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ പോണത്. പക്ഷെ കണ്ടിട്ട് അങ്ങനെയൊന്നും കൊണ്ടുപോയില്ല ഗീസ്, മഞ്ഞാണ് മഴയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് പോവുള്ളൂ. ഇതന്നെ സിനിമ കാണുന്ന കണ്ടിട്ട് ഇഷ്ടമല്ല കേട്ടോ, വലിയ ഇതില്ല, തൃപ്തിയില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ പറഞ്ഞാൽ പിന്നെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഷോ 9 മണി ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കയറുമ്പോഴേക്കും ടൈം എങ്ങാനും വൈകിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ വിശപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൺലൈനിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാക്സും കാര്യങ്ങളൊക്കെ അധികം കൊടുക്കണ്ടേ, വെറുതെ എന്തിനാണ് ഓൺലൈനായിട്ട് ചെയ്യണം, ഇവിടെ വന്നെടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ വന്നിട്ട് എടുക്കുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നല്ല തിരക്കായിരിക്കും എന്നുള്ളത്. പക്ഷേ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നോർമൽ ആൾക്കാർ, സീറ്റ് തന്നെ ഫുള്ള് കംപ്ലീറ്റ് ആയിരുന്നില്ല. അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ല ഹൈപ്പ് പ്രതീക്ഷിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വേറെ ഷോ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ, ആട്ടം എന്ന മൂവി നടക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ തിയേറ്ററിലേക്ക് മൂവി കാണാൻ കയറുന്നതിന് മുന്നേ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ കയറിയതാണ് കേട്ടോ. കുറച്ച് ഐറ്റംസ് എന്നല്ല, നമ്മളെ പോപ്കോൺ മെയിനായിട്ട് വാങ്ങിക്കാൻ കയറിയതാണ്. ഇതിച്ചൂടെ ഇരുന്നിട്ട് ഐസ്ക്രീം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനത് കാര്യമാക്കിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവന് ചെറിയൊരു ജലദോഷമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മഞ്ഞുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ പാടിയും പിന്നെ ഐസ്ക്രീമും കൂടെ ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം ലീവ് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് വാങ്ങിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടും. പിന്നെ പീലിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിലും ഐസ്ക്രീം കണ്ട് അപ്പോൾ വേണം കേട്ടോ, ആൾക്ക് കാണുമ്പോൾ തന്നെ വേണം. ഇതാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഷോ തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, എന്നാലും നമ്മൾ ഉള്ളിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞങ്ങളങ്ങനെ പെട്ടിൻ്റെ ഇടയ്ക്ക് എടുത്ത് പോകുന്നുണ്ട് ഗീസ്. ദിച്ചുൻ്റെ കയ്യിലുള്ളത് പീലിയുടെ ടർക്കിയാണ് കേട്ടോ. പീലി അഥവാ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പീലിനെ കിടത്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടർക്കിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ പീലി ഫുൾ ഓണാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഇൻ്റർവെൽ ടൈമായി. അപ്പോൾ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് എന്തോ ഒരു കിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കോഫി കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കണ്ടിരുന്നു കോഫി കുടിച്ചു. പീലിമ്മയ്ക്ക് എന്താ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ ഒരു സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ, അത് വാങ്ങി. അപ്പോൾ അങ്ങനെ 1-2 ലൈസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളിതാ വീണ്ടും മൂവി കാണാൻ പോവുകയാണ് ഗീസ്. പീലിക്കാണെന്നുണ്ടെങ്കിൽ ദിച്ചുൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് വേണം കേട്ടോ, അതിനുള്ള പൊരിച്ചിലാണ് കേട്ടോ വീര് കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂവി കാണാൻ തുടങ്ങി. ക്ലൈമാക്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പീലിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ മൂവി കഴിഞ്ഞപ്പോഴേക്കും പീലിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ടർക്കിയിലൊക്കെ കവർ ചെയ്തു. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇനി നമ്മൾ പോവുകയാണ് ഗീസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മൂവി. നമ്മളൊരു കോടതി മുറിക്ക് കയറിയൊരു ഫീലായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടിട്ടൊന്നും വലിയ ഇഷ്ടമായില്ല എന്നാണ് കേട്ടോ ഇങ്ങോട്ട് പറഞ്ഞത്. ദിച്ചുവാണെന്നുണ്ടെങ്കിലും രസമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു മൂവി. കുറേ ആയിട്ടുണ്ട് കേട്ടോ. 2018 ലാസ്റ്റ് കണ്ടത്, ഞാനും ദിച്ചും. അന്ന് കാണായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ ഫാമിലി ആയിട്ട് പോയിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ഹോട്ടലൊക്കെ തപ്പി നോക്കിയിരുന്നു. ഒരുവിധം എല്ലാതും അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡിന് തുടങ്ങിയിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അത് നല്ല തട്ടുകടയാണ് കേട്ടോ. തട്ടുകട ഒരു അതുപോലത്തെ ഒരു ആംബിയൻസാണ്.
എന്തോ ഇപ്പോൾ ഇതിൻ്റെ പേരുണ്ട്, ടീ ഫോർ യു അങ്ങനെ എന്തോ ആണ് തോന്നുന്നു പേര്. ഒരു തട്ടുകട ആംബിയൻസ് ആണ് കേട്ടോ, നല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. എനിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷേ അങ്ങനെ എല്ലാവരും കഴിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്നായിരുന്നു. തിച്ചുവിനാണെന്നെങ്കിലും വലിയ വിശപ്പൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തോ കുറേ സംഭവങ്ങൾ എന്തൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, സ്നാക്സ് ലേസ് പോലത്തെ എന്തൊക്കെയോ, അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, അങ്ങനെ പോപ്കോൺ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശപ്പ് അവനും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണേട്ടനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു ഫ്രൈഡ് റൈസും പൊറോട്ട, പിന്നെ എന്തോ ഒരു മസാല പറഞ്ഞിരുന്നു, ചിക്കൻ മസാല, ചിക്കൻ്റെ എന്തോ ഒരു ഐറ്റം കേട്ടോ, മസാല ഇല്ലായിരുന്നു, വേറെ എന്തോ ഒരു ഐറ്റം ആയിരുന്നു, അതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കണ്ണേട്ടനും ഷെയർ ചെയ്യുക മറ്റേ ഫ്രൈഡ് റൈസ് എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ കണ്ണേട്ടന് ഫുൾ കഴിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെയാണ് വടംവലിയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ദിച്ചുവിന് പിന്നെ പൊറോട്ട മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിക്ക് ചിക്കൻ്റെ ഒരു എന്തോ ഒരു സംഭവം മസാല അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ വോയിസ് കൊടുക്കുമ്പം ഞങ്ങളിതാ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഫ്രൈഡ് റൈസ് വന്നു കേട്ടോ. മിക്സഡ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവിടുത്തെ ഫ്രൈഡ് റൈസ് അടിപൊളി, കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു ബൗളിൽ ഫുള്ളുണ്ട് കേട്ടോ. അപ്പോൾ അത് ദിച്ചുവിനാണെന്നുണ്ടെങ്കിൽ പൊറോട്ട കിട്ടാനായിട്ട് പൊരിച്ചിലാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കും, ഇത് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനും കൂടെ കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഒരു വായ കഴിച്ചു, പിന്നെ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അവനിപ്പോൾ പൊറോട്ട കിട്ടിയാലാണ് ഒരു സമാധാനമാവുള്ളൂ. എവിടെ പോയാലും അവൻ ചൂസ് ചെയ്യുക പൊറോട്ടയാണ്. പിന്നെ ഇതാ ഫ്രൈഡ് റൈസ് പകുതി ആയപ്പോഴേക്കും പൊറോട്ട വന്നിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും മസാലയായിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ട വന്നപ്പോൾ ആൾക്ക് ഒരു പൊറോട്ട മതി എന്നായി കേട്ടോ. നമ്മൾ 3 പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ കാണാനേ ലുക്ക് ഉണ്ടായിരുന്നുള്ളൂ, മഹാ മോശമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ബാക്കി വന്ന് നമ്മൾ പാഴ്സൽ എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോവാണ് ഗെയ്സ്. അപ്പോൾ ടൈം ഒരുപാടായിട്ടുണ്ട് കേട്ടോ, ഒരു 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.